ദിവ്യഭവനം ഗ്രന്ഥാവലിയിലെ വിശ്വാസദീപ്തി അതിൻ്റെ 4ാമത്തെ യൂണിറ്റ് 5ാമത്തെ പാഠം സ്ത്രീ ശാക്തീകരണം സഭയിൽ. എന്താണ് വുമൺ എംപവർമെൻറ്റ്? ശാക്തീകരണം എന്നത് വ്യക്തികളിൽ കേന്ദ്രീകൃതമായ ഒരു പ്രക്രിയയാണ്. ഒരാൾക്ക് തൻ്റെ ജീവിതത്തെ സ്വയം തിരിച്ചറിയാനും നന്മയിലേക്ക് നയിക്കാനും സാധിക്കുന്ന അവസ്ഥയാണിത്. പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും അവരുടെ അന്തർലീനമായ കഴിവുകളെ പുറത്തെടുക്കുവാൻ അവസരമൊരുക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. യേശുവും സ്ത്രീ ശാക്തീകരണവും. യേശുക്രിസ്തു സ്ത്രീകളോട് കാണിച്ച സമീപനം വിപ്ലവകരമായിരുന്നു. അക്കാലത്തെ പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വവും പങ്കാളിത്തവും നൽകുന്ന പുതിയൊരു സംസ്കാരം യേശു വളർത്തിയെടുത്തു. യേശുവിൻ്റെ ശുശ്രൂഷകളിൽ സ്ത്രീകൾ സജീവരായി പങ്കുചേർന്നിരുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആദ്യമായി സാക്ഷ്യപ്പെടുത്തുന്നത് സ്ത്രീയായിരുന്നു. യേശുവിൻ്റെ പ്രബോധനങ്ങളിലും വേദവിശകലനങ്ങളിലും സ്ത്രീകൾ സജീവ പങ്കാളികളായിരുന്നു. സഭയും സ്ത്രീ ശാക്തീകരണം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പു നൽകുവാൻ വിവിധ പരിപാടികൾ സഭ സ്വീകരിച്ചിട്ടുണ്ട്. ഇടവക ഭരണസമിതികളിൽ സ്ത്രീകൾക്ക് അംഗമാകുവാനും ട്രസ്റ്റി, സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിക്കുവാനും അനുവാദമുണ്ട്. സൺഡേ സ്കൂൾ, യുവജന പ്രസ്ഥാനം തുടങ്ങിയ സംഘടനകളിൽ സ്ത്രീകൾക്ക് വോട്ടവകാശവും പങ്കാളിത്തവും നൽകി. വേദശാസ്ത്ര പഠനത്തിന് സഭാ ശുശ്രൂഷകളിൽ ക്രിയാത്മകമായി ഇടപെടുവാനും സ്ത്രീകൾക്ക് ഇന്ന് കൂടുതൽ അവസരങ്ങളുണ്ട്. വിവിധതരം ശാക്തീകരണങ്ങൾ. വ്യക്തിത്വത്തിൻ്റെ സമഗ്രമായ വികസനത്തിനായി താഴെ പറയുന്ന മേഖലകളിൽ ശാക്തീകരണം ആവശ്യമാണ്. ഭൗതിക ശാക്തീകരണം. വിവേചനങ്ങളെ ബുദ്ധിപരമായി തിരിച്ചറിയുവാനും അക്കാഡമിക് തലങ്ങളിൽ വളരുവാനും സാധിക്കുക. സാംസ്കാരിക ശാക്തീകരണം. സ്ത്രീവിരുദ്ധമായ സാംസ്കാരിക മൂല്യങ്ങളെ തിരുത്തുകയും സ്ത്രീപക്ഷ നിലപാടുകൾ വളർത്തുകയും ചെയ്യുക. മാനസിക ശാക്തീകരണം. ആത്മാഭിമാനവും ആത്മവിശ്വാസവും വർദ്ധിപ്പിച്ച് സാമൂഹ്യ ബന്ധങ്ങളിൽ കഴിവ് തെളിയിക്കുക. സാമ്പത്തിക ശാക്തീകരണം. ഉൽപാദന പ്രക്രിയകളിൽ പങ്കുചേർന്ന് സാമ്പത്തിക സുരക്ഷിതത്വം കൈവരിക്കുക. രാഷ്ട്രീയ ശാക്തീകരണം. അധികാര കേന്ദ്രങ്ങളിലേക്ക് കടന്നു വരുവാനും തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള പ്രാപ്തി നേടുക. സാമൂഹ്യ ശാക്തീകരണം. സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെട്ട് വ്യക്തിത്വം രൂപപ്പെടുത്തുക. ആത്മീയ ശാക്തീകരണം. വിശ്വാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആത്മവിശ്വാസം കൈവരിക്കുക. ഈ പാഠത്തിൻ്റെ കൺക്ലൂഷൻ: സ്ത്രീകൾക്ക് അർഹമായ പരിഗണനയും സുരക്ഷിതത്വം നൽകുക എന്നത് സഭയുടെയും സമൂഹത്തിൻ്റെയും കടമയാണ്. വനിതാ സംവരണ ബില്ല് പോലെയുള്ള സർക്കാർ പദ്ധതികളും സഭയിലെ മാറ്റങ്ങളും സ്ത്രീകളെ കൂടുതൽ ശാക്തീകരിക്കും. യേശു കാണിച്ചു തന്ന സ്ത്രീ ശാക്തീകരണ മാതൃകയാണ് സഭയുടെ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനം. നന്ദി.